പ്രൈസ് ലോർഡ്. സ്നേഹമുള്ളവരെ, യേശു പറയുന്നു, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും എന്ന്. സൃഷ്ടാവായ ദൈവവും സൃഷ്ടിയായ മനുഷ്യനും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധം സമാധാനപൂർണമായ നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. നാം എപ്രകാരമാണ് മറ്റുള്ളവരെ പരിഗണിക്കുന്നത്, അതുപോലെയാണ് ദൈവവും നമ്മെ പരിഗണിക്കുന്നത്. നാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന എല്ലാ നല്ല പ്രവർത്തികൾക്കും ദൈവത്തിൻ്റെ മുൻപിൽ വലിയ മൂല്യം ഉണ്ട്. യേശു പറഞ്ഞിട്ടുണ്ട്, ഈ ചെറിയവനിൽ ഒരുവന് ഒരു പാത്രം വെള്ളം കുടിക്കാൻ കൊടുത്താൽ പോലും അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുകയില്ല എന്ന്. ഒരു പുഞ്ചിരി ആയിക്കോട്ടെ, ഒരു ആശ്വാസവചനമായിക്കൊള്ളട്ടെ, ഒരു ചെറിയ സമ്മാനമായിക്കൊള്ളട്ടെ, ഇതൊക്കെ വലിയ വിലയുള്ളതായി മാറുന്നുണ്ട്. ഹൃദയപൂർവ്വം നാം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ മുൻപിൽ വലിയ വിലയാണ് ഉള്ളത്. ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ സഹോദരരുമായി നമ്മുടെ സമ്പത്തും സമയവും കഴിവുകളും ആരോഗ്യവും സന്തോഷവും എല്ലാം പങ്കുവയ്ക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ തൻ്റെ സഹോദരങ്ങളെയും സ്നേഹിക്കും എന്ന് യേശുനാഥൻ പറഞ്ഞിട്ടുണ്ട്. 1 യോഹന്നാൻ 3:17 തിരുവചനം പറയുന്നു, ലൗകിക സമ്പത്ത് ഉണ്ടായിരിക്കെ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായമർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയമടയ്ക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും എന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6:38 തിരുവചനത്തിൽ, കൊടുക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. മറ്റുള്ളവരെ കരുതാൻ, സ്നേഹിക്കാൻ, ചേർത്ത് നിർത്താൻ, പങ്കുവയ്ക്കാൻ, പരിഗണിക്കാൻ കഴിയുമ്പോഴാണ് അത് വലിയൊരു വിജയമായി, ജീവിതത്തിൻ്റെ വലിയ വിജയമായി മാറുന്നത്. അത് വലിയൊരു ഭാഗ്യമാണ്. അത് ശ്രേഷ്ഠമായ ഒരു നിക്ഷേപമായി മാറും. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.